നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളെ കൂടെ കൂട്ടുക എന്നിട്ട് അത് കഴിഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കണം. നമ്മളൊക്കെ കൂട്ടത്തിലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ നമ്മളെ ഫോട്ടോ എടുത്തരുന്ന മനുഷ്യന്മാർ, നമ്മൾ വിചാരിക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയിൽ അവർ എടുത്തരും. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് അവർ വിചാരിച്ച രൂപത്തിലുള്ള ഫോട്ടോ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അവരെ കൂടെയുള്ള ആൾക്കാരൊന്നും ചിലപ്പം വൃത്തിയിൽ എടുക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പം അവര് നമ്മളെല്ലാ ഫ്രെയിമിലും ഭംഗിയാക്കാൻ ശ്രമിക്കുകയും എന്നാൽ അവര് ഒരിക്കലും അവർക്ക് നല്ല രൂപത്തിലുള്ള ഒരു ഫോട്ടോ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഈ അടുത്തൊരുത്തം പറഞ്ഞിട്ടുണ്ട്, ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കോ? ഈ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള കൂട്ടത്തിലേക്ക് കൂടുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യലെന്ന് പറഞ്ഞൊരു സങ്കടം പറഞ്ഞു. ആവശ്യത്തിന് വേണ്ടി, അതായത് ഒരു ടിഷ്യൂ പേപ്പർ പോലെ അവർ ആവശ്യത്തിന് വേണ്ടി കൂടെ നിർത്തും. അത് കഴിഞ്ഞാൽ അനുസരിയും ആ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ക്യാമറയും അവരുടെ അല്ലെങ്കിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോണൊക്കെ ഉള്ള ആൾക്കാരെ അവരെ കൂടെ കൂട്ടണത് തന്നെ ആ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചില ആളുകളെ യൂസ് ചെയ്യുക, അവരെടുത്ത് കളയുക. ഈ ഫോട്ടോഗ്രാഫേഴ്സ് പലപ്പോഴും നല്ല ചിന്താഗതിക്കാരാണ്. അവരെല്ലാവർക്കും മറ്റുള്ള ആളുകളുടെ ഫോട്ടോ ഭംഗിയാവണതിൽ ഒരു ആസ്വാദിക്കാണ് അല്ലെ, ഒരു ആസ്വാദനം ഒരു കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഇവര് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മനസ്സിൽ കണ്ട ഇതിൽ ഫോട്ടോഗ്രാഫേഴ്സിന് അവർക്ക് മനസ്സിലാവും, ഇവര് മനസ്സിൽ കണ്ട ഒരു പിക്ചറും അവരത് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവരെക്കാളും പ്രോ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളെ കൂടെ കൂട്ടുക എന്നിട്ട് അത് കഴിഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കണം.